കിട്ടിയ മന്ത്രിസ്ഥാനം എനിക്കൊരു വിഷയമല്ല, സിനിമയാണ് എനിക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ ഒരു പ്രസ്താവന, ഒരു കേന്ദ്രമന്ത്രി പ്രസ്താവന കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. മറ്റാരുമല്ല, നമ്മുടെ സുരേഷ് ഗോപിയാണ്. എന്തുകൊണ്ട് ഇങ്ങനൊരു പുതിയൊരു സംസ്കാരത്തിന് തുടക്കമിടുന്നതാണോ അതോ അദ്ദേഹത്തിന് പറ്റിയൊരു പാളിച്ചാണോ? അല്ല, നമ്മളിതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയം തൊഴിലാക്കിയ ആളല്ല. അദ്ദേഹം മറ്റൊരു മേഖലയിൽ നിന്ന് കടന്നു വന്ന ആളാണ്. ഏറെക്കുറെ നിഷ്കളങ്കനം. അദ്ദേഹം മനസ്സിൽ തോന്നുന്നത് പറയാറുണ്ട്. അതാണല്ലോ ഇപ്പൊ വാസ്തവത്തിൽ ഇവിടെ വലിയൊരു വിഷയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മറ്റുള്ള രാഷ്ട്രീയ നാടകക്കാരെ പോലെ അദ്ദേഹത്തിന് വളച്ചൊടിച്ച് മനസ്സിലൊന്ന് വെച്ച് പുറത്തൊന്ന് കാട്ടി ഒന്ന് പെരുമാറാനുള്ള കഴിവ് അദ്ദേഹത്തിനില്ല. സ്വാഭാവികമായിട്ട് അതിൻ്റെതായ ചില ദൂഷ്യവശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില പോരായ്മകൾ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ജനം എത്രമാത്രം സ്നേഹിക്കുന്നു, അദ്ദേഹം എത്രമാത്രം ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നു ഒക്കെ നമുക്ക് ഈ പ്രസ്ഥാനങ്ങളൊക്കെ കാണാം. ഇന്നലെ ഫിലിം ചേംബറിന്റെ ഒരു സ്നേഹാദരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അതെ, പറഞ്ഞത് മറ്റൊന്നുമല്ല, സിനിമയാണ് അദ്ദേഹത്തിന്റെ ജീവനും ജീവിതവും വിശ്വാസമാണ്. അപ്പൊ സിനിമയിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ അമിത്ഷായുടെ മുന്നിൽ ഇദ്ദേഹം സിനിമാ അഭിനയത്തിനുള്ള പെർമിഷൻ വേണമെന്ന് പറയുന്ന ഒരു പേപ്പർ വെച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് ഷാ ചോദിച്ചു, എങ്ങനെ എത്ര സിനിമയിലാണ് ചോദിച്ചു കാണും. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു 28 സിനിമയിൽ അഭിനയിക്കാൻ വേണമെന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇദ്ദേഹം തന്നെ പറയുകയാണ്, ആ പേപ്പർ ചുരുട്ടിക്കൂട്ടി അദ്ദേഹം സൈഡിലേക്ക് മാറ്റി എറിഞ്ഞു എന്ന് പറയും. അപ്പൊ ഒരുപക്ഷെ നമ്മളാണ് ഇത് വെളി പറയും. പക്ഷെ അതും അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത്വമാണ്. സിനിമ വേണ്ടി വന്നാൽ ഞാൻ കേന്ദ്രമന്ത്രി പദം വേണ്ട എന്ന് വയ്ക്കും, സിനിമക്കാരനായി തുടരും, എനിക്ക് തൃശ്ശൂരുകാർക്ക് സേവനം ചെയ്യാൻ അതാണ് കൂടുതൽ താല്പര്യം എന്നൊക്കെ പറയും. ഇതാണ് ഇപ്പോൾ നാട്ടിൽ വിഷയമായി. അപ്പൊ ഇതില് സാറേ വിഷയമുള്ളത്, ഇത് സാർ പറഞ്ഞാല് സുരേഷ് ഗോപിയുടെ നിഷ്കളങ്കത്വം കൊണ്ട് അല്ലെങ്കിൽ പണിയെടുത്തുകൊണ്ടിരുന്ന മേഖലയോടുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥ, അന്നം കൊടുത്ത ഒരു മേഖലയാണ്. സ്വാഭാവികമായിട്ട് അതിനോട് ഒരു താല്പര്യം കൂടുതൽ സ്വാഭാവികം. ഇദ്ദേഹം വഴിതെറ്റി രാഷ്ട്രീയത്തിൽ വന്ന ആളാണ്. അപ്പൊ വഴിതെറ്റി രാഷ്ട്രീയത്തിൽ വന്ന് വൻ വിജയം നേടി കേരളത്തിൽ ആദ്യമായിട്ട് BJPക്ക് ഒരു ലോക്സഭാ സീറ്റ്, അതും വൻ ഭൂരിപക്ഷത്തോടു കൂടി നേടിക്കൊടുത്തു. ഒരു കാരണവശത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെയുള്ള സർവ്വ സന്നാഹങ്ങളും ജാതി രാഷ്ട്രീയവും മതരാഷ്ട്രീയവും തീവ്രവാദവും എല്ലാം കൂടെ ഒരുമിച്ചിട്ടും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇനി എങ്ങനെ അദ്ദേഹത്തെ എങ്ങനെ മന്ത്രിസ്ഥാനത്ത് നിന്നും പിൻവലിക്കാം, അതാണ് പലരുടെ. അത് തന്നെയാണ് ഇപ്പോ നമ്മളിപ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലേ, ഈ ഇദ്ദേഹത്തിന്റെ പിന്നാലെ ഇദ്ദേഹത്തിന്റെ ചോര കുടിക്കാനായി പറന്നു നടക്കുന്ന കഴിവന്മാർ ഇപ്പോഴും ഇന്നലെ പോലെ അവർ സജീവമായി. മലയാള മാധ്യമപ്രവർത്തകർ, അല്ല മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പലരും ഉണ്ട് അതിനകത്ത്, പലരും ഉണ്ട് ഇതിനകത്ത്. ഇന്നലെ തന്നെ അവർ സജീവമായി, ആ ഗ്രൂപ്പ് പെട്ടെന്ന് സജീവമായി എന്നുള്ളതാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ സുരേഷ് ഗോപിയുടെ അന്നമാണ് സിനിമ എന്ന് പറയുന്നത്. പക്ഷെ സുരേഷ് ഗോപിയുടെ മാത്രം അന്നമായിരുന്നില്ല ഇത്. അവിടെ ചെന്ന് കയറാൻ കഴിയുന്ന ആർക്കും, അത് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ആർക്കും എന്ത് സഹായത്തിനും സുരേഷ് ഗോപിയുടെ അടുത്ത് പോയി കയറാൻ കഴിയും. അപ്പൊ സുരേഷ് ഗോപി വളരെ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയെടുത്ത പൈസയുടെ വലിയൊരു അംശം നാട്ടിലെ പല ആൾക്കാർക്കും സഹായമായി വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം വീണ്ടും അത് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ പറഞ്ഞത് ഈ ചില ചാനലുകാര് ഇന്നലെ ഇരുന്നുകൊണ്ട് പറഞ്ഞ പ്രസ്താവനകൾ എത്രമാത്രം അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ്. ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ഈ ചിത്രശക്തികൾ നമുക്കുണ്ടല്ലോ, നമുക്കുണ്ടല്ലോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം അത് അവർ പറയുന്നതെന്ന് വെച്ചാൽ അവർ ഒരു പ്രസ്താവന വല്ലാതെ ഹേർട്ട് ചെയ്യുന്നത്. കൊറിയയിലായിരുന്നു ഇങ്ങനെ പറഞ്ഞിരുന്നതെങ്കിലും ഈ പറയുന്ന ആൾക്കാർക്ക് ഇന്ത്യയിലായതുകൊണ്ട് മാത്രം ഈ സംസാരത്തിലുള്ള സ്വാതന്ത്ര്യം കിട്ടിയതാണ്. അവര് പറയുകയാണ് കൊറിയയിലായിരുന്നെങ്കിൽ ഇതെങ്ങനെ നേരിടുമെന്ന് അറിയാമെന്നുള്ളതാണ്. രാഷ്ട്രീയ ഇമ്മച്യൂരിറ്റി ഇല്ല. നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ നമ്മൾ BJP-ക്കാരായി നിന്നുകൊണ്ടല്ല ഇത് സംസാരിക്കുന്നത്. ഈ സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയ ഇമ്മച്യൂരിറ്റി ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർകാരായ ജനത അദ്ദേഹത്തെ വിജയിപ്പിച്ചപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ചിരകളിൽ ഓടുന്നത് സിനിമയാണ്. അപ്പൊ രാഷ്ട്രീയ ഇമ്മച്യൂരിറ്റി ഉള്ള ഒരു നേതാവിനെ എടുത്തു നോക്കിയാൽ എത്ര പേര് കാണും ഇവിടെ നമുക്ക്. ഇനി ഇന്ത്യയുടെ അത് പറയുന്നതിന് യാതൊരു വിഷമവും ഇല്ല. എത്രമാത്രം രാഷ്ട്രീയ ഇമ്മച്യൂരിറ്റി ഉള്ള ഒരാളാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി സ്ഥാനത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരുടെ നേതാക്കളെ എടുത്തു നോക്കൂ, പലർക്കും അതിനകത്ത് മെച്യൂരിറ്റി ഉള്ള ആൾക്കാർ തന്നെയാണ്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ ഇമ്മച്യൂരിറ്റി അല്ല, അദ്ദേഹം ബിഹേവ് ചെയ്യുന്ന രീതിയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് പോലും ഇദ്ദേഹത്തെ നശിപ്പിക്കാനുള്ള എന്തെല്ലാം ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പരസ്യമായി തന്നെ ഒരു വനിതയോട് പരസ്യമായി ലൈംഗിക ചേഷ്ടയോടും കൂടി ഒരാൾ എങ്ങനെ മറ്റൊരാളെ നേടുന്നത് നമുക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ രക്തം കുടിക്കാനുള്ള കരുതിക്കൂട്ടിയുള്ള ശ്രമങ്ങൾ നേരത്തെ പറഞ്ഞത് പല തന്ത്രങ്ങൾ ഉപയോഗിച്ചു തോൽപ്പിക്കാൻ. അത് പെണ്ണായിക്കോട്ടെ,
ഈ പറഞ്ഞതുപോലെ ആരോപണങ്ങളായിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, രാഷ്ട്രീയം ആയിക്കോട്ടെ, പല തന്ത്രങ്ങളും പ്രയോഗിച്ചിട്ടും അതിനെ അതിജീവിച്ച ആളാണ്. അതിജീവിച്ചവരെയാണ്. അപ്പൊ എന്നിട്ടും അവർ വിടാൻ തയ്യാറില്ല എന്നുള്ളതാണ്. ഇപ്പൊ അദ്ദേഹം പറയാണ് സിനിമയില്ല എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല, ഞാൻ സിനിമയില്ല ജീവിക്കില്ല, സിനിമയില്ലെങ്കിൽ ഞാൻ ചത്തുപോകും. അപ്പൊ അവർ പറയുകയാണ് ഇദ്ദേഹം സിനിമ അഭിനയം മതിയാക്കണം. അർത്ഥം എന്താ? അയാൾ ചത്തുപോട്ടെ എന്ന് പറയുന്നത്. അപ്പൊ എത്ര ദുരുപദിഷ്ടമായിട്ടുള്ള സംസാരമാണ്. രണ്ട്, നിലവിൽ ഈ BJP ഇവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു സീറ്റ്, ഉണ്ടാക്കി കിട്ടിയ ഒരു കേന്ദ്ര സാധനം, അതെങ്ങനെ നഷ്ടപ്പെടുത്താം, എങ്ങനെ ഈ ജനങ്ങളുടെ മനസ്സിൽ ഈ ഇത്തരത്തിലുള്ള വിഷം കുത്തിവെച്ച് അതിനൊരു തടയിടാം എന്നാണ് ഇവര് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ ആദ്യം കളിച്ച കളി പാഴായിപ്പോയി. ഇനി ഒരു പുതിയ കളിയിലേക്ക് സംഭവം നിങ്ങൾ, കാരണം ഇങ്ങനെ പരാമർശം നടത്തിയതിന്റെ പേരിൽ രാജിവെക്കണം എന്നൊക്കെ പറയുന്നത് എത്ര വിവരമില്ലായ്മയാണെന്നുള്ളത്. മാത്രമല്ല ഇത് ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നതാണ്. ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ പിന്നെ പല വ്യവസായികളുണ്ട്, പല മേഖലയിൽ നിന്ന് വന്ന് വിജയിച്ച് കയറി ആൾക്കപ്പോ തിരുവനന്തപുരത്തിന്റെ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം കഴിഞ്ഞ മന്ത്രിയായിരുന്നില്ലേ. അപ്പൊ അപ്പോഴും ഈ ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് ഇനി ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരേ രാഷ്ട്രീയത്തിൽ വരുന്നതിന് ചിലരുടെ ഉദ്ദേശം തന്നെ ചില താല്പര്യങ്ങളാണ്. അപ്പൊ ഈ ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് ഒരേ ഒരു താല്പര്യത്തിൽ കൂടി രാഷ്ട്രീയത്തിൽ വരുന്ന ആൾക്കാരാണ് ഈ പറയുന്നത് ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് വരുമെന്ന്. ഇവിടെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു അഭിപ്രായം കേരള ജനതയ്ക്കില്ല, ഈ പ്രതിപക്ഷ നിലയിൽപ്പെട്ട ആൾക്കാർക്ക് പോലും ഇല്ല. ചില കൂടോത്ര ചിന്താഗതിക്കാർക്ക് മാത്രമാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു അഭിപ്രായമുള്ളത്. അപ്പൊ ഈ വാസ്തവത്തിൽ പിന്നെ സുരേഷ് ഗോപിക്ക് പറ്റിയ തെറ്റെന്ന് പറയാൻ അത് ഒരു പിഴവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്മച്യൂരിറ്റിയാണ് അത് കാണിക്കുന്നത്, ഉറപ്പ് തന്നെയാണ്. കാരണം അദ്ദേഹം ഇത് ഒരു പുറത്ത് പറയായിരുന്നു, അതിന്റെ മനസ്സ് തുറന്ന് കാട്ടരുതായിരുന്നു. ഈ മനസ്സ് തുറന്ന് കാട്ടുമ്പോഴാണ് ആൾക്കാരുടെ ഈ ചിത്രശക്തികൾ ഉണരുന്നതും അവര് സുരേഷ് ഗോപിയുടെ രക്തത്തിനായി. അപ്പൊ ഇതിൽ മറ്റു കാര്യം വെച്ചാൽ സുരേഷ് ഗോപിയെ അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയെ ഇവർ എന്തുമാത്രം ഭയക്കുന്നു എന്നുള്ളത്, അതാണ് പ്രശ്നം. അപ്പൊ ഇവിടെ ഒരു ക്രിസ്ത്യൻസ് വോട്ട് ഇട്ടിട്ടില്ലേ, ക്രിസ്ത്യാനികളും മുസ്ലിംസിന്റെയും ഹിന്ദുക്കളുടെയും സർവ്വജന വിഭാഗങ്ങളുടെ വോട്ടോടുകൂടി ഏതാണ്ട് 75,000 വോട്ടോളം അദ്ദേഹം ജയിച്ചത്. അവർക്ക് ജയിച്ചില്ല. അവര് വിചാരിച്ചതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ തോൽപ്പിച്ച് കളയുന്നതാണ്. ഇപ്പൊ പിന്നെ ഇലക്ഷന് തൊട്ട് മുമ്പുള്ള ഇവിടുത്തെ ചില മാധ്യമങ്ങളുടെ ഒക്കെ സർവേകളും അതിന്റെ റിസൾട്ടുകളും അഭിപ്രായങ്ങളും ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. അതിനേക്കാളൊക്കെ ഉപരി പ്രധാനമന്ത്രി അമിത്ഷായുമായിട്ട് ഇദ്ദേഹത്തിന് ഈ രാഷ്ട്രീയമായ ഒരു അടുപ്പം ഇവരെ വല്ലാത്ത അലോസരപ്പെടുത്തുന്നുണ്ട്. അത് വലിയ ഘടകമാണ്. ഇതെല്ലാം കൂടി ചേർന്ന് എന്തെങ്കിലും ഗുണം കേരളത്തിന് കിട്ടിപ്പോകുമോ സുരേഷ് ഗോപി വഴി? ആ ഗുണം BJP നാളെ സംഭവിച്ചാലോ അതെങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള അത് മാത്രമാണ് സുരേഷ് ഗോപിയുടെ പിന്നെ ഈ തലയ്ക്ക് വില പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു നാട് നന്നാവരുത് എന്നുള്ളൊരു ദുഷിച്ച ചിന്താഗതിയാണ് അവർക്കുള്ളത്. അതല്ലേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിയിൽ വന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അന്തസ്സോടുകൂടി നെഞ്ചുയർത്തി തല ഉയർത്തി നെഞ്ചും വിരിച്ച് തല ഉയർത്തി പിന്നെ നടക്കാൻ കഴിയുന്ന അപൂർവം ചില ആൾക്കാർ പ്രഥമ ഗണനീയനാണ് സുരേഷ് ഗോപി. തീർച്ചയായിട്ടും ആ തലയെടുപ്പ് ഒരു പെണ്ണും പറയില്ല. അപ്പൊ ആ തലയെടുപ്പ് ആ പ്രഥമ ഗണനീയ ആദ്യം നടക്കുന്ന സുരേഷ് ഗോപി ആയിരിക്കും. അപ്പൊ പിന്നെ കുറച്ചുപേർ വിരലിലുണ്ടാവുന്ന കുറച്ചുപേരുണ്ടാവും ചിലപ്പോ, പക്ഷെ ആദ്യം നടക്കുന്ന സുരേഷ് ഗോപി ആയിരിക്കും. അപ്പൊ അത്രയും അന്തസ്സുള്ള ഒരാളെ, അപ്പൊ ഇത് ഫുൾ പൊളിറ്റിക്സ് പഠിച്ച് മാത്രമേ ഇതിലോട്ട് കടന്നു വരാവൂ. സർവം ചീഞ്ഞ രാഷ്ട്രീയം കളിക്കുന്നവന് മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. സുരേഷ് ഗോപി പറഞ്ഞു, സ്വാഭാവികമായിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇതാണ് നമ്മുടെ ആഗ്രഹം. ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുന്നതിന് കാരണം എന്ന് പറയുന്നത് നാളെ അദ്ദേഹത്തിന് ഇത് രാഷ്ട്രീയം തൊഴിലല്ല, ഇവരിൽ നിന്ന് കിട്ടുന്ന വരുമാനമുണ്ട്. അത് വരുമാനത്തെ കടന്നു അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു മറ്റൊരു സ്ഥലത്ത് എറണാകുളത്തിന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞിരുന്നു എനിക്ക് ഭരചന്ദ്രനായി ഞാൻ നടക്കുന്നതാണ് ആൾക്കാർക്ക് ഇഷ്ടം, എനിക്കും അത്രയൊക്കെ തന്നെ ഇഷ്ടം. നമ്മുടെ ഈ സമൂഹത്തിൽ ഭരചന്ദ്രന്മാരെയാണ് ആവശ്യം. അത് അദ്ദേഹം പറഞ്ഞ അങ്ങനെയാണ്. അപ്പൊ വാസ്തവത്തിൽ ഇദ്ദേഹം എന്താ പറയുന്നത് ഒരു വൈകാരികത നിറഞ്ഞ ആയിക്കോട്ടെ. ഈ മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം പറയുന്നത് അതേപടി നമുക്ക് മുഖാരിക്കെടുക്കാൻ കഴിയും. ഒരിക്കലും കഴിയില്ല. എന്തുമാത്രം ഗുപ്ത ചിന്താഗതികൾ ഒരു ഗൂഢചിന്താഗതികൾ മനസ്സ് വെച്ചിട്ട് സംസാരിക്കും. ഇത് അങ്ങനെയൊന്നുമില്ല. അപ്പൊ സുരേഷ് ഗോപിയും വേണ്ടി വന്നാൽ കുറച്ചുകൂടിയൊക്കെ മാറേണ്ടി വരും. കാരണം ഇവിടെ ജീവിക്കണമെങ്കിൽ ചില കാപ്പട്ടികളും കള്ളങ്ങളും ഒക്കെ അദ്ദേഹം പഠിച്ചെടുത്തേ പറ്റൂ. ഇതിനൊരു മറുവശം കൂടിയുണ്ട് സാർ. അതായത് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ ഇവര് ഭയപ്പെടുന്നത് കേവലം MP കേന്ദ്രമന്ത്രിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഭാവിയിൽ കേരളത്തിലെ ഭരണം BJPയുടെ കയ്യിലേക്ക് ഒരുപക്ഷെ പോകുന്നത് സുരേഷ് ഗോപിയിൽ കൂടി ആയിരിക്കും എന്നുള്ള ഒരു ഭീതി അവർക്കുണ്ട്. അതാണ് ഭയം. കാരണം എന്താ വെച്ചാല് ഇദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ പറഞ്ഞ നന്മയുള്ള ഒരു സമീപനം, എല്ലാവരെയും ചേർത്ത് പോകുന്ന ഒരു സമീപനം, വിദ്വേഷമില്ലാത്ത ഒരു സമീപനം, സ്വാഭാവികമായിട്ടും ഇതിൽ കൂടി നാളെ അടുത്തൊരു അസംബ്ലി തെരഞ്ഞെടുപ്പ് 2026 വരുമ്പോൾ BJPക്ക് അത് വലിയ ഗുണം ചെയ്യും എന്നുള്ള വലുതായ ഭീതിയായിരിക്കാമല്ലോ. ആ ഭീതി തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനം. ഇതിനകത്ത് ജാതി മതവും ഒന്നുമല്ല. വിശാലാർത്ഥത്തിൽ കേരളം
BJP-യുടെ കൈകളിലേക്ക് നാളെ എത്തിപ്പെടുമോ, അതിനുള്ള വഴി തുറക്കാനുള്ള സാഹചര്യം സുരേഷ് ഗോപി ഉണ്ടാക്കി കൊടുക്കുമോ എന്നുള്ളത് മാത്രം തന്നെയാണ്. അത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ. അതിന് ഇയാള് ശ്വാസം മുട്ടി ചാവുമെങ്കിൽ ചാവട്ടെ എന്ന് പറയാനുള്ള മനസ്സെന്ന് പറയുന്നത് അതിഭീകരമാണ്. എന്നിട്ട് കൊറിയയിൽ ഇങ്ങനെയാണോ, കൊറിയയിലായിരുന്നു എന്ത് ചെയ്യും, അങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ ഉയർത്തുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സൈനികര് തീവ്രവാദി കൊല്ലപ്പെടുമ്പോ ആ പോസ്റ്റിന്റെ താഴെ ഇമോജി ഇട്ട് പൊട്ടിച്ചിരിക്കുന്ന കൂട്ടരാണ് കൂടുതലും ഇവിടെ ഉള്ളത്. അതായത് രാജ്യവിരുദ്ധ പ്രസ്താവനകൾ നടത്താൻ രാജ്യത്തിനകത്ത് തന്നെ മുതിരുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉള്ളിലുണ്ട്. അവരാണ് ഈ പറയുന്നത് മറ്റിടങ്ങളിൽ പറയാൻ പറ്റുമെന്ന്. അപ്പൊ എന്തുമാത്രം വളരെ ദുരുപദിഷ്ടമായ ഒരു സംഭവമാണെന്ന് നമുക്കിത് നോക്കി കാണാൻ പറ്റും. അല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. പിന്നെ ഇതിനകത്ത് സുരേഷ് കുറച്ചുകൂടിയൊക്കെ മിതത്വം ക്രമേണ പോകെ ഞാൻ പഠിക്കുമായിരിക്കാം. നമുക്കാർക്കും ഒരു ദിവസം കൊണ്ട് സ്വായത്തമാകുന്ന ഒരു വിഷയമൊന്നും അല്ലത്. ഇതാണ് നമ്മുടെ സാഹചര്യം. വാസ്തവത്തിൽ സുരേഷ് ഗോപി രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതല്ലാത്തൊരു സാഹചര്യം വന്നാൽ അത് തൃശ്ശൂരിലെ ജനതയ്ക്ക് മാത്രമല്ല, കേരളത്തിലും ഏറ്റവും വലിയ, ഇപ്പൊ ഞാൻ പറയുന്നത് സുരേഷ് ഗോപിക്ക് വായിന്ന് അറിയാവുന്ന വീണ്ടുപോയി. ഇപ്പൊ ഞാനിവിടെ വന്ന് പിന്നെ സിനിമ ഷൂട്ടിംഗ് സെപ്റ്റംബർ 6 ഒറ്റക്കൊമ്പറ്റ തുടങ്ങും. അപ്പൊ കാരവൻ കൊണ്ട് ഇവിടെ ഇടും. ഒന്നുകിൽ നിർമ്മാതാവ് പൈസ കൊടുക്കണം, ഇല്ലെങ്കിൽ ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ കളിയാക്കണം ഇവരെല്ലാം, ഒരു പ്രത്യേക ഗ്രൂപ്പ് കളിയാക്കണം. ഞാൻ ഇപ്പോഴും ഉറപ്പ് പറയുന്നു, അദ്ദേഹത്തിന്റെ ഒരു കാരവൻ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് എങ്കിൽ പിന്നെ അവിടെ നേരത്തെ പറഞ്ഞ പോലെ മൂത്രമൊഴിക്കാൻ മഴയില്ലാതെ നിൽക്കുന്ന ഒരു നടിക്ക് ഉടക്കടി മൂത്രമൊഴിക്കാനുള്ള ഉറപ്പ് ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാരണം വരുന്നെങ്കിൽ വരട്ടെ എന്ന് വേണം നമ്മൾ പറയാൻ. അല്ലാതെ സുരേഷ് ഗോപിയെ അക്കോമഡേറ്റ് ചെയ്തതാണ്, ക്യാബിനറ്റ് മന്ത്രി കൊടുത്തില്ല, ഇതൊക്കെ വെറും. എന്തായാലും ഭയം ഒന്ന് മാത്രമേ ഉള്ളൂ, സുരേഷ് ഗോപി വഴി നാളെ കേരളത്തിലെ ഭരണം BJP-ക്ക് ലഭിച്ചു പോകുമോ എന്ന പിന്നെ ഒരു ഭയമാണ് ഇതിനകത്തുള്ളത്. ആ ഭയത്തെ എവിടെയൊക്കെ വെട്ടാമോ അങ്ങനെയൊക്കെ, അതാണ് എല്ലാം കൂടി ചേർന്ന് സുരേഷ് ഗോപിക്ക് പിന്നെ മേളിൽ വന്ന് വീടിരിക്കുന്നത്. അതിനെ അങ്ങനെ കണ്ടാൽ മതി, അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. അതായത് ഈ സുരേഷ് ഗോപിയുടെ തുറന്ന പറച്ചിൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ സവിശേഷതയാണ്. ഇത് മാത്രമല്ല, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രാഷ്ട്രീയത്തിൽ തുറന്ന പറച്ചിലുകൾക്ക് യാതൊരു സ്ഥാനമില്ല എന്ന് സുരേഷ് ഗോപിക്കും അറിയാം. അദ്ദേഹം ഒന്നും അറിയാത്ത ആളൊന്നുമല്ലല്ലോ, അദ്ദേഹത്തിന് അറിയാം, കേട്ടോണ്ടിരിക്കുന്നവർക്കും അറിയാം. പക്ഷേ രാഷ്ട്രീയത്തിന് വേണ്ടി തന്റെ ഐഡന്റിറ്റി അല്ലെങ്കിൽ തന്റെ ഈ പറഞ്ഞതിലെ സ്വഭാവ മഹിമ നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല എന്ന ഒരു ശക്തമായ ഒരു താക്കീത് കൂടെ അത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ മറ്റൊരു വശം എന്ന് പറയുന്നത്, ഞങ്ങളെ പോലെ നിങ്ങൾ വൃത്തികെട്ടാനാവണം എന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ വൃത്തികെട്ടാനായാലും കൂടുതൽ ആരോപണങ്ങളുണ്ട്, കൂടുതൽ കൂടുതൽ ചെളിവാരി എറിയാൻ കഴിയുള്ളൂ. അപ്പോ ഇവർ എത്ര ചെളിവാരി എറിഞ്ഞാലും ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ പറ്റില്ല എന്ന് തിരിച്ചറിയാനുള്ള ശേഷി പിന്നെ ഇവർക്കില്ല. മറുഭാഗത്ത് ജനങ്ങൾ, ഇദ്ദേഹത്തെ സ്നേഹിക്കുന്ന ജനങ്ങളുണ്ട്. ഇദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ എന്താണ് ഹൃദയ വിശുദ്ധിയുടെ പ്രതീകമാണെന്ന് തിരിച്ചറിയുന്ന ജനങ്ങളുണ്ട്. ആ ജനങ്ങൾ എല്ലാ കാലത്തും സുരേഷ് ഗോപിയോടൊപ്പം നിൽക്കുമെന്നുള്ള തർക്കമൊന്നുമില്ല. ഇവിടെ ഈ ഒരു പിന്നെ അടുപ്പ് കൂട്ടിയ സംഘം ഇരുന്നുകൊണ്ട് പിന്നെ ചെളിവാരി എറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും വലിയ ഗുണം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ സംഭവിക്കട്ടെ.